ശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ആനയെ പിടികൂടാതെ വിദഗ്ധ ചികിത്സ നടത്താൻ വേണ്ടി സാധിക്കുമോ? അതെല്ലാവർക്കും അറിയുന്നൊരു കാര്യമല്ലേ. അതിൽ പിന്നെ സംശയം ഉണ്ടായിട്ട് എന്താ കാര്യം? ആനയെ പിടിച്ചാൽ മാത്രമാണ്, മയക്കുപൊടി വെച്ച് മയക്കി കിടത്തിയാൽ മാത്രമാണ് പരിശോധന നടത്താൻ കഴിയും. അല്ലാതെ ഡോക്ടർമാർക്ക് ആനയുടെ അടുത്ത് പോയിട്ട് പരിശോധിക്കാൻ വേണ്ടി കഴിയുമോ? അപ്പോൾ അതൊരു സാമാന്യമായ ഒരു പൊതുജ്ഞാനത്തിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാകേണ്ടതല്ലേ. അങ്ങനെ പിടിച്ചതിന് ശേഷമേ പരിശോധിക്കാൻ പറ്റൂ. പിടിച്ചു, എത്രയും പെട്ടെന്ന് ബന്ദിപ്പൂരിലെത്തിച്ചു, അവിടുന്ന് പരിശോധന നടത്തിയതിന് ശേഷമേ കാട്ടിലേക്ക് അയക്കുള്ളൂ എന്ന് തീരുമാനിച്ചു. രാവിലെ പരിശോധന നടത്താൻ വേണ്ടി നിശ്ചയിച്ചിരുന്നതാണ്. പക്ഷെ അതിനിടയിലാണ് നിർഭാഗ്യകരമായ, വേദനാജനകമായ, നടുക്കുന്ന ഒരു വാർത്ത നമുക്ക് കേൾക്കാനിടയായത്. അപ്പോൾ വനംവകുപ്പിൻ്റെ കാര്യത്തിൽ ഒരു വീഴ്ചയും നടപടിക്രമങ്ങൾ പാലിക്കുന്നതിലുണ്ടായിട്ടില്ല. അപ്പോൾ നടപടിക്രമങ്ങൾ പാലിക്കാൻ വൈകുന്നത് കൊണ്ട് സമയമെടുക്കും. സമയമെടുത്താൽ അതും കുറ്റം, അത് പ്രതിഷേധം. ആ പ്രതിഷേധവും മാധ്യമങ്ങളിലൂടെ ജനങ്ങളുടെ ശ്രദ്ധയിൽ നിങ്ങളെല്ലാം എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു പക്വതയോടുകൂടിയ നിലപാടാണ് ഈ കാര്യത്തിൽ ആവശ്യമെന്ന പാഠമാണ് ഈ കാര്യത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് കൂടി കൂട്ടിച്ചേർക്കുകയാണ്.